വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായെന്ന സൂചനയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ED റെയ്ഡ് പുരോഗമിക്കുന്നുണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഫോണും ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം അറസ്റ്റിലായി എന്ന വാർത്ത അത് സ്ഥിരീകരിച്ച് തന്നെ പുറത്തുവരികയാണ്. ചോദ്യം ചെയ്യലിന് ശേഷം ED അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് തടയണമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതിന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് ED വസതിയിലേക്ക് എത്തിയത്. ഇപ്പോൾ आम आदमी पार्टी നേതാക്കളുടെ പ്രതികരണം വരുന്നു. അതിലേക്ക് एक अरविंद केजरीवाल को गिरफ्तार करके आप इस विषय को खत्म कर सकते हो तो आपको गलत लगता है। अरविंद केजरीवाल जी दिल्ली के मुख्यमंत्री थे, दिल्ली के मुख्यमंत्री हैं और दिल्ली के मुख्यमंत्री रहेंगे। हमने शुरू से स्पष्ट किया है कि अगर जरूरत पड़ेगी तो अरविंद केजरीवाल जी जेल से सरकार चलाएंगे। कोई भी ऐसा कानून नहीं है जो उन्हें जेल से सरकार चलाने से प्रोहिबिट करता है। उनका कोई कन्विक्शन नहीं हुआ है, उनका कोई कन्विक्शन नहीं हुआ है। वही दिल्ली के मुख्यमंत्री रहेंगे। ये लड़ाई चलती रहेगी। कानूनी लड़ाई यानी कि मुख्यमंत्री अपने पद से इस्तीफा नहीं देंगे, ये आपने क्लियर कर दिया है। अरविंद केजरीवाल जी दिल्ली के मुख्यमंत्री हैं और दिल्ली के मुख्यमंत्री रहेंगे। ये बिल्कुल साफ है और ये बिल्कुल स्पष्ट है, इस पे कोई दो राय नहीं है। अब कानूनी लड़ाई का क्या होगा? हम बिल्कुल सुप्रीम कोर्ट हमने केस फाइल कर दिया है। अरविंद केजरीवाल के अरेस्ट को क्वॉश करने का केस सुप्रीम कोर्ट में फाइल कर दिया है। अभी उसकी अर्जेंट मेंशनिंग के लिए हमारे वकील सुप्रीम कोर्ट जा रहे हैं। हम ये डिमांड करेंगे कि आज रात को ही इस केस की सुनवाई हो। ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റിലായിരിക്കുന്നു. മദ്യനയ അഴിമതി കേസിലാണ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. EDയുടെ നടപടി അല്പനിമിഷങ്ങൾക്ക് മുൻപാണ് ഉണ്ടായത്. ആ അറസ്റ്റ് ആം ആദ്മി പാർട്ടി സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ജയിലിൽ ഇരുന്നു കൊണ്ട് സർക്കാരിനെ നയിക്കും അരവിന്ദ് കെജ്രിവാൾ എന്നുള്ളതാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കുന്നത്. നിതിൻ അംബുജനും ഒപ്പം ബൽറാം നെടുങ്ങാടിയും തത്സമയ വിവരങ്ങളുമായുണ്ട്. നിതിൻ അംബുജനിലേക്ക്. നിതിൻ, അറസ്റ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടി. ഇനിയിപ്പോൾ അടുത്ത നടപടി എങ്ങനെയാണ്? ഇപ്പോൾ അതിഷി വ്യക്തമാക്കുന്നതനുസരിച്ചാണെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കും എന്നുള്ളതാണല്ലോ, സുപ്രീം കോടതിയിലേക്ക് നീങ്ങുമെന്നുള്ളത്. അടിയന്തരമായി ഹർജി കേൾക്കുന്നത് നേരത്തെ സുപ്രീം കോടതി ആ നീക്കത്തിലേക്ക് പോകില്ല എന്നുള്ളതായിരുന്നു വാർത്ത. നാളെ എന്നുള്ളതാണ് ഇപ്പോൾ. പക്ഷേ ഒരിക്കൽ കൂടി ആ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയിലേക്ക് പോവുകയാണോ ആം ആദ്മി പാർട്ടി? അനുജ, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് നീങ്ങാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിലാണ്. 1-ാം നമ്പർ ഗേറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏതാണ്ട് 240 മീറ്റർ അകലെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വീട്. ഈ ഒരു വീടിന്റെ പ്രധാന കവാടത്തിൽ നമുക്ക് കാണാം നിരവധി പോലീസുകാർ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വീടിന്റെ മുൻവശത്തായി കൂടുതൽ പോലീസ് സേനകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധം ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ അരങ്ങേറുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ഇടക്കാല അറസ്റ്റിനുള്ള സംരക്ഷണം അത് നൽകണമെന്നാവശ്യപ്പെട്ട ഹർജി ഇടപെടാൻ വിസമ്മതിച്ചതിനു പിന്നാലെയാണ് ഇപ്പോൾ മണിക്കൂറുകൾക്ക് ശേഷം ED സംഘം വീട്ടിലെത്തിയതും അതിനുശേഷം ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ ED സംഘം എത്തിയതിന് പിന്നാലെ തന്നെ നിരവധി പ്രവർത്തകരാണ്, ആം ആദ്മി പാർട്ടി പ്രവർത്തകരാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ എത്തിയതും വലിയ പ്രതിഷേധം ഉയർത്തിയതും. എന്തായാലും ശക്തമായ പ്രതിഷേധമായി ഇപ്പോൾ പ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ്. മന്ത്രി അതിഷി, അതോടൊപ്പം തന്നെ ഡൽഹി ഷെല്ലി അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ ഡൽഹിയിലെ പ്രധാന പാത ഇപ്പോൾ ഉപരോധിക്കാനാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ തീരുമാനം. എന്തായാലും കൂടുതൽ പ്രവർത്തകർ ഇവിടെ എത്തുന്നു. കൂടുതൽ പോലീസും അതോടൊപ്പം തന്നെ സുരക്ഷാ സേനകളും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും സമാനമായി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അപ്പോഴും അന്നത്തെ അറസ്റ്റിന് മുൻപ് ഹേമന്ത് സോറനെ രാജിവെക്കാൻ ഉള്ളൊരു സാവകാശം നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അത്തരത്തിൽ രാജിവെക്കാനുള്ള സാവകാശം നൽകിയില്ല. അങ്ങനെ അസാധാരണമായ ഒരു നീക്കത്തിൽ തന്നെയാണ് ED ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ നേരത്തെ തന്നെ 9 തവണ ചോദ്യം ചെയ്യലിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ആ നോട്ടീസിൽ മറുപടി നൽകാതെ അരവിന്ദ് കെജ്രിവാൾ അതിനെ നിയമപരമായി തന്നെ നേരിടുകയായിരുന്നു. പക്ഷേ ഡൽഹി ഹൈക്കോടതിയിലടക്കം തിരിച്ചടി നേരിട്ടൊരു പശ്ചാത്തലത്തിൽ എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ അതിനുശേഷമാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ ED സംഘം എത്തിയതും പരിശോധനയ്ക്ക് ശേഷം ചില ലാപ്ടോപ്പുകളും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിരുന്നു. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വൈകാതെ അരവിന്ദ് കെജ്രിവാളിനെ ഈ വീടിന് പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഡൽഹിയിൽ ഇപ്പോൾ ആം ആദ്മി പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്.
പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരവിന്ദ് കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത അരവിന്ദ് കെജ്രിവാളെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന ഒരു ആവശ്യമാണ് ഇ ഡി മുന്നോട്ട് വെച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ये बहुत बड़ा अन्याय है, लोकतंत्र की हत्या। क्या गिरफ्तारी हो गई है? मुझे नहीं मालूम, लेकिन मीडिया बोल रहा है മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ മുഖ്യമന്ത്രി എന്ന തരത്തിലേക്ക് കൂടി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ മാറിയിരിക്കുകയാണ്. ഇ ഡിയുടെ നടപടി അല്പസമയം മുൻപാണ് ഉണ്ടായത്. മദ്യനയ അഴിമതി കേസിൽ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു, റെയ്ഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അല്പസമയത്തിനകം അദ്ദേഹത്തെ വസതിക്ക് പുറത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്.